ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പഴയ മാരുതിയുടെ ഒരു വാഹനമാണ്. കാരണം ജനപ്രിയ വാഹനമാണ്. പക്ഷെ ഇപ്പോൾ ഈ വാഹനം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ജനപ്രിയ വാഹനം എന്നുള്ളതൊക്കെ മാറി ഒരു ന്യൂജൻ സ്റ്റൈലായിട്ട് മാറിയിട്ടുള്ള മോഡിഫൈഡ് ഒരു മാരുതി 800 നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മുന്നിലുള്ള ഈ ഒരു കിഡിലായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ള ഈ ഒരു മാരുതി 800 നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ കിടക്കണ മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 1995 മോഡല് മാരുതി 800 ആണ്. ഇതിലെ കളറാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. യമഹ ബ്ലൂ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ കളറാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പെർഫെക്ഷൻ വേറെ തന്നെയാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് കളറാണ്. പല ഷെയ്ഡ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ വെയിലടിക്കുന്ന സമയത്ത് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്കനായിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വരുന്ന രീതിയിലാണ് ഇതിന്റെ കളർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ വാഹനത്തിന്റെ ഒരു ഔട്ടർ ലുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടി കംപ്ലീറ്റ്ലി ലോവേർഡ് ആണ്. ലോവറിങ്ങിന്റെ ആ ഒരു ഭംഗി നല്ല ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ ആ റൂഫിൽ കാണുന്ന റൂഫ് ടോപ്പ് ബോക്സ് ആണ്. കാരണം നമ്മളെ മാരുതി 800 നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു സംഭവം. ഭയങ്കര റയറാണ്. അപ്പോൾ ആ ഒരു സംഭവം കൂടി നൈസായെന്ന് അറിയാം. കാരണം വെച്ചാൽ ഭയങ്കര ലുക്ക് ഇട്ടാ ഈ വണ്ടിയിൽ കാണാൻ, വീഡിയോയിൽ കാണാൻ നല്ല രസമുണ്ട് സംഭവം വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലായിട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നോർമൽ ഹെഡ്ലൈറ്റിനാണ് വന്നിട്ടുള്ളത്. ഈ ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് വന്നിട്ടുള്ളത്. അതിന് സൈഡിലായിട്ട് നമുക്ക് മാരുതി 800 എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കളറിൻ്റെ പെർഫെക്ഷൻ എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ് ആ യമഹ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണെന്ന് പറഞ്ഞു ഞാൻ. അത് ഹൈലൈറ്റിൻ്റെ കളർ തന്നെയാണ് എടുത്ത് പറയാവുന്നതാണ്. മറ്റ് വാഹനത്തിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവർ കൈൻഡ് ഓഫ് കളർ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫ്രണ്ട് ബമ്പർ വരികയാണെങ്കിൽ സ്റ്റോക്ക് ബമ്പറാണ്. സ്റ്റോക്ക് ബമ്പറിൽ മോഡിഫിക്കേഷൻ വരുത്തിയതാണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഈ ഒരു നോർമൽ ഇൻഡിക്കേറ്ററിൻ്റെ പോർഷനിൽ അത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് രസമായിട്ടോ. കാരണം വെച്ചാൽ ആ ഒരു പഴയ ഡിസൈൻ ഒഴിവാക്കിയിട്ട് അവിടെ വേറെ പുതിയ ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ തായിട്ട് എന്ത് സ്കേർട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സ്കേർട്ടും കസ്റ്റമേർഡ് സ്കേർട്ടാണ്. കാരണം വെച്ചാൽ ഈ ഒരു ബമ്പറിൻ്റെ ഹാഫ് പീസ് കട്ട് ചെയ്തിട്ട് നേരെ തിരിച്ച് ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തതാണ് സംഭവം. കാരണം വെച്ചാൽ ഈ ബമ്പറിൻ്റെ അതേ സെയിം സിമിലർ ബമ്പർ എടുത്തിട്ട് മാരുതി 800 ബമ്പറിൻ്റെ പകുതിയോളം ഇപ്പോൾ ഈ കണ്ട പോർഷനില്ല, ഈ പോർഷനിൽ കട്ട് ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു ബമ്പറിൽ അറ്റാച്ച് ചെയ്തതാണ്. അങ്ങനെ കറക്റ്റ് ലോവേഡ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലാഷേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫ്ലാഷർ കാലൊക്കെ കൊടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ ആ ഒരു സൈഡിൽ നമുക്ക് ആ ഇൻഡിക്കേറ്ററാണ്, അത് ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു അലോയ് പെർഫെക്ഷനും എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ്. ഒരു സിൽവർ ഫിനിഷിങ്ങിലാണ് നമുക്ക് വീൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 175/50 R13 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു ആഫ്റ്റർ മാർക്കറ്റ് വീൽസ് കാണാൻ പറ്റും. 5 സ്പോക്ക് ആയിട്ടുള്ള വീൽസാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രസം കേട്ടോ. ഒരു കുഞ്ഞു വീലാണെങ്കിലും ആ ഒരു വീലിന്റെ പെർഫെക്ഷൻ ഈ വണ്ടിക്ക് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് പറയാം. സൈഡ് പ്രൊഫൈലായിട്ട് വരികയാണെങ്കിൽ ആ സൈഡിലെ സ്കേർട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അത് ലോവറിങ്ങിന് ആ ഒരു ബ്യൂട്ടി ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് പറയാം. കാരണം വെച്ചാൽ സൈഡിൽ ഇപ്പോൾ ആ ഒരു സ്കേർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇത്ര ലോവേർഡ് ആയിട്ടുള്ള ഫീൽ എന്തായാലും കിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് സ്കേർട്ട് ഉണ്ടായത് കൊണ്ട് ലോവേർഡ് ആയ ഫീൽ പക്കായിട്ട് കിട്ടുന്നുണ്ട് പറയാം. സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു എയറോഡൈനാമിക് പാസേജിങ് കാര്യങ്ങളൊക്കെ കാണാം. എയർ വെൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. പിന്നെ അതേമാതിരി ഈ ഒരു സൈഡിലെ മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ മിററും നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റോക്ക് മിറർ അല്ല, ഇതിൽ നോർമലി വരുന്ന മിറർ അല്ല, ഇത് നെപ്പോളിയൻ ടൈപ്പ് മിറേഴ്സ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു മിറേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പലരും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിറേഴ്സ് നമുക്ക് പലയിടത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വൈപ്പറേ ഉള്ളൂ കേട്ടോ. അത് സത്യം പറഞ്ഞാൽ 2 വൈപ്പറിന് ആവശ്യമില്ല. കാണുമ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ട് ഒറ്റ വൈപ്പർ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ. സൈഡിലായിട്ട് ഗ്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിപ്പോൾ ഏതാണ്, ജപ്പാനാണോ ചൈനയാണോ ഏതോ അറിയില്ല, ഒരു ലാംഗ്വേജ് ഇതിൽ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞത് അടിച്ചാക്ക് പോലും അറിയണ്ടല്ലോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. വേറെ കാര്യം റൂഫ് ടോപ്പ് ബോക്സ് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വലിയ റൂഫ് ടോപ്പ് ബോക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നോർമൽ ടൈപ്പ് തന്നെയാണ്. പക്ഷേ അല്ല, ഇത് ബിഗ് സൈസാണ് വന്നിട്ടുള്ളത് നമ്മൾ കാറിലൊക്കെ കൊടുക്കുമ്പോൾ. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൊടുത്തപ്പോൾ ഭയങ്കര വലിയ റൂഫ് ടോപ്പ് ബോക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര രസമായിട്ടോ സംഭവം. കാരണം വെച്ചാൽ ആ വണ്ടിയുടെ ഇത് പെടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ വണ്ടിൻ്റെ ലുക്ക് കാര്യമായിട്ട് മാറ്റം വരും. കാരണം വെച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലും റിയറിലും നമുക്ക് വീൽസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ റിയറിൽ നമുക്ക് ഡ്രമ്മ് ഒരു സിൽവർ ഫിനിഷിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം. റിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കിന് പ്രാധാന്യം കൊടുത്തെന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ എസ്തെറ്റിക് വാല്യൂ ഉള്ള ഓരോ എലമെൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ഈ റിയർ ഗ്ലാസ് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും ആ ഒരു ബ്ലാക്ക് ഫീൽ കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു കളർക്ക്, ആ ഒരു ബ്ലൂ കളർക്ക് എന്താണ് ആ ഒരു ബ്ലാക്ക് ഫീൽ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് പറയാം. അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ് ഈ ഒരു സംഭവത്തിന്. പിന്നെ ബാക്ക് ലൈറ്റ് വരികയാണെങ്കിൽ ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് ടൈലൈറ്റ് ആണ്, അല്ല കസ്റ്റമർ ടൈലൈറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ നമ്മൾ ഒരു എക്സ് ഫീൽ വരുന്ന ടൈലൈറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയറിലെ ബമ്പർ സ്റ്റോക്കാണ്, ബാക്കി കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു ടൈലൈറ്റിയുടെ ചേഞ്ചും അതേമാതിരി ആ ബാക്കത്തെ സ്റ്റിക്കർ വർക്കും പിന്നെ ആ ഒരു റൂഫ് ടോപ്പ് ബോക്സും ഇത് 3 മാറിയപ്പോൾ തന്നെ ആ വണ്ടിയുടെ ലുക്ക് എൻ്റർലി ഡിഫറെൻ്റ് ആയെന്ന് പറയാം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അതിലിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, ഭയങ്കര ഡിഫറെൻ്റ് ആയില്ല ലുക്ക്. ഇന്ത്യയിലേക്ക് പോകണ മുന്നേ ഞാൻ ഒരു നെപ്പോളി മിറേഴ്സ് പറഞ്ഞു, അതേപോലെ തന്നെ അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് 2 എക്സ്ട്രാ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഡോർ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ ഹൈലൈറ്റ് ഒരു കാര്യം കൂടി കാണിക്കാൻ മറന്നുപോയി. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഇത് ഡോർ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് 4 നമുക്ക് ഇതേമാതിരത്തെ ഒരു എലമെൻ്റാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം രസമുണ്ട് ഈ ഒരു സംഭവം കാണാൻ. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സീറ്റ് കവേഴ്സ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇതൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോയിലാണ് ഇതിൻ്റെ സീറ്റ് കവേഴ്സ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ഹബ്ബ് നമുക്ക് റിലീസിംഗ് ഹബ്ബ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഊരെടുത്ത് പെരുകി കൊണ്ടുവന്നിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്, ഊരെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഗിയർ നോബ് നോക്കുകയാണെങ്കിൽ നമ്മൾ NDSൻ്റെ ഒക്കെ കണ്ട HKSൻ്റെ ഒക്കെ കണ്ട ആ ഒരു ടൈപ്പ് ഗിയർ നോബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്റ്റീലിൻ്റെ ഇതിൽ വരുന്ന ഗിയർ നോബാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സെൻട്രലായിട്ട് വരികയാണെങ്കിൽ ഒരു ഹാൻഡ് റെസ്റ്റ് കാണാം, ഹാൻഡ് റെസ്റ്റ് കാണാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇന്ത്യയിലേക്ക് ഇരുന്നിട്ട് പറയാട്ടോ. ഇനി ഇന്റീരിയർ സൈഡിലായിട്ട് വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ആ ഗിയർ നോബിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റേ കോക്ക്പിറ്റിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പൊക്കുക ഇടുക, ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ഈ സാധനം പൊന്തിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ സ്വിച്ച് ഇടാനും ഓഫ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സംഭവം നൈസായില്ലേ സംഭവം. ഇങ്ങനെ കുറേ സ്വിച്ചുകളും കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിന്റെ സാധനമുണ്ട് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വീലിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. അത് നൈസ് സംഭവം കേട്ടോ. അത് ഓൺലൈനിൽ ഇപ്പോൾ പല സ്റ്റോറിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ സൈഡിൽ നമുക്ക് സൈഡ് പില്ലേഴ്സിൽ നമുക്ക് ഗേജസ് വന്നിട്ടുണ്ട്. RPM ഗേജും അതേമാതിരി വോൾട്ടേജ്, ടെമ്പറേച്ചർ, കാരണം അതിൻ്റെയൊക്കെ ഗേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൂഫിലോട്ട് വരികയാണെങ്കിൽ റൂഫ് കംപ്ലീറ്റ്ലി നമുക്ക് ബ്ലാക്ക് ലൈറ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി സീറ്റ് ബെൽറ്റിന്റെ ഈ ഒരു കവർ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പാർക്കോന്റെ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് സ്പോർട്ടി ഫീൽ തന്നെ നൽകുന്നുണ്ടെന്ന് പറയാം ഒരു സംഭവം. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ മാരുതി ആയിക്കോട്ടെ ഏത് വാഹനം ആയിക്കോട്ടെ കസ്റ്റമൈസ് ചെയ്യാനോ അതോ മോഡിഫിക്കേഷൻ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനത്തിന്റെ ഓണറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ ഓണർ സായദിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലീൻ മോഡിഫിക്കേഷനൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുമാതിരി വർക്കുകളൊക്കെ എടുത്ത് വണ്ടികളൊക്കെ വേറെ ലെവലിലേക്ക് മാറ്റിയെന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു മാരുതി 800നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് മറക്കരുത്. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, കൂട്ടി തരണം നിങ്ങളെല്ലാവരും. അപ്പോൾ മറ്റൊരു സ്ഥലം കിഴലും വേണ്ടിയിട്ടും കിഴലും വീടിയിട്ടും വരാം. അതുവരേക്കും ബൈ ബൈ.